കുറഞ്ഞ ചെലവിൽ ചെയ്യാൻ പറ്റിയ 5 ബിസിനസ് ഐഡിയാസ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ 5ാമത്തതാണ് ഏറ്റവും അടിപൊളി. അപ്പോൾ അവസാനം വരെ ഇരുന്ന് കാണാം. പിന്നെ ചില ഐഡിയാസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അടിപൊളി തോന്നും, ചിലത് കേൾക്കുമ്പോൾ മോശമായിട്ട് തോന്നും. അപ്പോൾ ഇതിന്റെ ആകെയുള്ള ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഐഡിയാസ് കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരു ആംഗിളിൽ നിങ്ങൾക്ക് ഒരു ബൾബ് എത്തണം. അപ്പോൾ നമുക്ക് ഐഡിയാസിലേക്ക് പോകാം. ഇതെന്ന് പറഞ്ഞാൽ ടെക് കൺസൾട്ടന്റ് ഫോർ സ്മോൾ ഷോപ്പ്. അതായത് നമ്മളിവിടെ ചുറ്റും കുറേ ഷോപ്സും കാര്യങ്ങളും ഉണ്ടാവും. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും ഈ ടെക് ഉപയോഗിക്കാൻ അറിയാത്ത, അതായത് ഇപ്പോൾ സിസ്റ്റോ മൊബൈൽ ഫോണോ ഇമെയിൽ അയക്കാൻ അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് അവരുടെ വരുന്ന കസ്റ്റമറുടെ ഡാറ്റ എൻട്രി മുതൽ, അതായത് നോർമൽ ഒരു ഷീറ്റ്സ് ഉപയോഗിച്ചിട്ടുള്ള ഡാറ്റ എൻട്രി കാര്യങ്ങൾ, പിന്നെ അതുപോലെ അവർക്ക് വേണമെങ്കിൽ ഒരു ചെറിയ വെബ്സൈറ്റ് കാര്യങ്ങൾ, അങ്ങനെ അതായത് അധികം എസ്റ്റാബ്ലിഷ്ഡ് അല്ലാത്ത കടകളിൽ നമുക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അതൊരു നല്ലൊരു കാര്യമായിരിക്കും. അവർക്ക് ടെക്നോളജി ആയിട്ട് റിലേറ്റ് ചെയ്ത് ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇത് പറ്റും. ഓക്കെ, അപ്പോൾ അത് ആദ്യത്തെ ഒരു ഐഡിയ ആണ്. ഐഡിയ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ, അതായത് നമ്മളെ ചുറ്റും കുറേ ബിസിനസ് ഓണേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഷോപ്സിൽ ഉടമസ്ഥരും കാര്യം കുറേ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ വളരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടി ഇപ്പൊ നമ്മുടെ ഷോപ്സിനൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തു കൊടുക്കും. അതുപോലെ പേഴ്സണൽ ബ്രാൻഡിങ് ഈ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ആവശ്യമാണ്. അപ്പോൾ കുറേ ഓണേഴ്സിന് ചിലപ്പോൾ ചിലർ നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ടാവും, ചിലപ്പോൾ ചിലർ പൈസ ഉണ്ടാക്കുന്നുണ്ടാവില്ല, ചിലർ വളരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും, എന്തായിക്കോട്ടെ. അപ്പോൾ അവർക്ക് അവരുടെ ഒരു പേഴ്സണൽ ബ്രാൻഡ് വളർത്താൻ എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുക്കല്, അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കലല്ല, അത് ചെയ്തു കൊടുക്കുക കൂടുതൽ നന്നാവും. അതായത് അത് ചെയ്തു കൊടുക്കുമ്പോൾ പറഞ്ഞാൽ അവർക്കൊരു ഇൻസ്റ്റാ പേജ് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് ഫേസ്ബുക്ക് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, അവർക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് അവരുടെ കാര്യങ്ങൾ സംഭവങ്ങൾ അവരെ കൂടുതൽ അഡ്വർടൈസ് ചെയ്യുക. അത് കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പം നിങ്ങൾ ഇറക്കി നോക്കിയാൽ, ട്രൈ ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ നല്ല ഫലിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതൊരു ഐഡിയ എന്ന് പറയുന്നത് നിങ്ങൾ കോളേജിലോ അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ഫലിക്കുന്ന ഒരു ഐഡിയ ആണ്. അതായത് നിങ്ങൾക്ക് ഇപ്പം അവിടുത്തെ സൈക്കിൾ ഉണ്ടാവും, പിന്നെ അതുപോലെ അവിടെ നിൽക്കുന്ന ആൾക്കാരെ ഷൂസ് ചപ്പൽസ് കാര്യങ്ങളുണ്ടാവും. ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടി. പക്ഷെ ഇവിടെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതല്ല. അപ്പോൾ പെർ ക്ലീനിങ്ങിന് ഇപ്പോൾ നമുക്ക് ഇത്ര റേറ്റ് എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ നമുക്ക് കുറെ ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്ക് ഒരു ലോ റേറ്റിന് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ദിവസം തന്നെ അത്യാവശ്യം നല്ലത് വന്നിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് നിങ്ങളിപ്പം ഇതിപ്പോൾ ഒരു ഏജൻസി പോലെ റൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വീടൊക്കെ ക്ലീൻ ആക്കി കൊടുക്കുന്ന ഏജൻസി കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറെ ഡയമെൻഷനിൽ വെച്ച് അങ്ങനെ പറ്റും. അപ്പോൾ അതൊരു ഐഡിയ ആണ്. ഓക്കെ, ഇതൊരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എക്സാം ടൈമിലൊക്കെ ഇപ്പം ചില പേരൻസ് ഭയങ്കര കൺസേൺ ആയിരിക്കും മക്കളെ സ്റ്റഡീസിന് പറ്റും, ഇപ്പോൾ കോളേജിലാണെങ്കിലും സ്കൂളാണെങ്കിലും. അപ്പോൾ ഇവർക്കൊക്കെ ഇവിടെയൊക്കെ എക്സാം ടൈമിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് സർവൈവൽ കിറ്റ്. അതായത് പേരൻസിന് ഇത് മേടിച്ചു കൊടുക്കുക. അതായത് നമ്മളാണ് ഈ സർവൈവൽ കിറ്റ് ക്രിയേറ്റ് ചെയ്യുക. അതിൽ സ്നാക്സ്, വാട്ടർ കാര്യങ്ങൾ അങ്ങനെ എന്താ ആയിക്കോട്ടെ. എക്സാം ടൈമിൽ വരെ റിഫ്രഷ് ചെയ്ത് അടിപൊളിയാക്കി നിർത്താനും, പിന്നെ ആസ് എ പാർട്ട് ഓഫ് പേരൻസിന് എന്താ അവരുടെ സന്തോഷം അല്ലെങ്കിൽ അവരുടെ സ്നേഹം കാണിക്കാൻ പറ്റിയൊരു സംഭവം. അപ്പോൾ ഇത് പേരൻസിന് പോലെ അഡ്വർടൈസ് ചെയ്താൽ മതി. അപ്പോൾ ഒരു 500 രൂപ എന്തെങ്കിലും ഒരു കിറ്റിന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര കുട്ടികൾ എക്സാം ചെയ്തിട്ടുണ്ട് കോളേജിലായാലും സ്കൂൾസിലായാലും. അപ്പം കുറേ പേരൻസ്, എല്ലാ പേരൻസിനും കൊടുക്കുന്നില്ല പറഞ്ഞു, പക്ഷേ ചില പേരൻസ് കൊടുക്കാൻ തയ്യാറായിരിക്കും. അപ്പം നിങ്ങൾ ആ രീതിയിൽ ചിന്തിച്ചു. 5ാമത്തത് അവസാനത്തതായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഐഡിയയാണ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എന്ത് കഴിവാണുള്ളത്, എന്ത് കഴിവ്, എഡിറ്റിംഗ് ആണ് എഡിറ്റിംഗ്, അല്ലെങ്കിൽ എന്തെങ്കിലും പബ്ലിക് സ്പീക്കിംഗ് ആണ്, അത് ഏതൊരു മേഖല നിങ്ങൾ കഴിവെങ്കിലും അത് നിങ്ങൾ കോച്ച് ചെയ്ത് കൊടുക്കുക. അതായത് ടീച്ച് ചെയ്ത് കൊടുക്കുന്ന സാധനം, അതാണ് ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറഞ്ഞാൽ. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കില്ലുണ്ടോ ആ സ്കില്ലിനെ മോണിറ്റൈസ് ചെയ്യാം. ഓക്കെ, അത് ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ല കൂടുതൽ. നിങ്ങൾക്ക് എന്ത് കഴിവ് നിങ്ങൾ കണ്ടെത്തുക, ആ കഴിവ് നിങ്ങൾ എന്താക്കുക, അത് കോച്ച് ചെയ്ത് കൊടുക്കുക. പുതിയ ജനറേഷൻ അല്ലെങ്കിൽ പുതിയ ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുക കാര്യം. ഓക്കെ, അപ്പോൾ ഇതാണ് 5 ഐഡിയാസ്.